നല്ല ഒരു ഭട്ടൂരയുടെ റെസിപ്പി നോക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടി ഞാൻ 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, 1.5 ടീസ്പൂൺ 2 ടീസ്പൂൺ വരെ ഷുഗർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലായാലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് തടവി കൊടുത്ത ശേഷം ഒരു നനവുള്ള തുണി കൊണ്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പം നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് കുഴച്ച് കൊടുത്ത ശേഷം നമുക്ക് ചെറിയ ബോൾസാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം നന്നായി ഒന്ന് പരത്തിയെടുക്കാം. ഒരു മീഡിയം കനത്തിലാണ് പരത്തുന്നത്. ചപ്പാത്തി പോലെ വളരെ തിന്നായിട്ട് പരത്തേണ്ട കാര്യമില്ല. അതിനുശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഭട്ടൂര റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.